എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രയർ സ്റ്റഡി സീരീസിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കയ്യും കാലും ബന്ധിക്കും, പക്ഷേ പ്രാർത്ഥനയ്ക്ക് ബന്ധനമില്ല. ഒരു കുട്ടി സ്കൂളിലെ വിശ്രമ സമയത്തും കളിക്കുന്ന സമയത്തും സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ തന്റെ പപ്പയെ വിളിക്കും. മോൻ പറയും, പപ്പ ഞാൻ സ്കൂളിലെത്തി, പപ്പ ഞാൻ ബസ്സിലാണ്, പപ്പ ഞാൻ കളിക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ പിതാവ് പറയും, മോനെ നീ എവിടെയാണെന്നല്ല, എവിടെയായാലും പപ്പയെ വിളിക്കാൻ നീ കാണിക്കുന്ന ഉത്സാഹവും ആ തുറന്നു പറയാനുള്ള ഹൃദയവിശാലതയുമാണ് പ്രധാനം. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പള്ളിയിലാണോ, സഭാഹാളിലാണോ, വീട്ടിലാണോ, ജോലി സ്ഥലത്താണോ എന്നൊക്കെ. ബൈബിൾ അതിന് ശക്തമായ മറുപടി നൽകുന്നുണ്ട്. ഞാൻ കാണാത്ത വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ? ശ്രദ്ധിക്കുക, നമ്മുടെ ദൈവം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നവനല്ല, അവിടെ സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് ദൈവത്തെ എവിടെ നിന്നും ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ നല്ല സ്ഥലം ദൈവിക സാന്നിധ്യമാണ്. ബൈബിളിൽ പ്രാർത്ഥിച്ച 4 വ്യക്തികളെയും പ്രാർത്ഥിച്ച സ്ഥലത്തെയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്ന്, യോനയുടെ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. പ്രാർത്ഥിച്ച സ്ഥലം മഹാമത്സ്യത്തിന്റെ വയറ്. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ഒരു പിന്മാറ്റക്കാരനായ വ്യക്തി ഒരു മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി. അവിടെ വെച്ച് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചു. യോന പ്രാർത്ഥിച്ച സ്ഥലം ശ്രദ്ധിച്ചേ, കൂരാക്കൂരിട്ട്, ദുർഗന്ധം, ഇടുങ്ങിയതും വഴുവഴുപ്പുള്ളതുമായ ഇടം, ശക്തമായ ചൂട്, രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല, മരണഭയം. ഈ ഒരവസ്ഥയിൽ ഒരു മനുഷ്യന് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ഒരു പിന്മാറ്റക്കാരനായി യോനയ്ക്ക് ഒരുക്കിയ സ്ഥലം മത്സ്യത്തിന്റെ വയറായിരുന്നു. യോന പറയുന്നത്, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. ഞാൻ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവരെനിക്ക് ഉത്തരവരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു. യോനായുടെ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഹന്ന. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. വർഷങ്ങളായി സന്താനങ്ങളില്ലായിരുന്നു. അക്കാലത്ത് സന്താനമില്ലായ്മ പലരും ദൈവത്തിന്റെ അനുഗ്രഹക്കുറവായി കണ്ടു. കുടുംബത്തിന് അപമാനമായി കരുതി. കുടുംബത്തിന്റെ അവകാശ തുടർച്ചയിൽ പുത്രന്മാർക്ക് പ്രധാന സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് പെൺമക്കൾക്ക് അവകാശമില്ല എന്ന് അർത്ഥമില്ല. സന്താനമില്ലായ്മയുടെ വേദനയും സമൂഹത്തിന്റെ നിന്ദയും വ്യക്തിപരമായ ദുഃഖവും അവൾ ദൈവസന്നിധിയിൽ പകർന്നു. 1 ശമൂവേൽ 1-ാം അധ്യായം 9 മുതൽ 18 വാക്യങ്ങൾ. മനുഷ്യർ അപമാനമായി കാണുന്ന കണ്ണുനീർ ദൈവം വിലമതിക്കും. ഹന്നയുടെ കണ്ണുനീരിന്റെ ഒരു തുള്ളി പോലും നിലത്ത് വീണില്ല, അത് ദൈവസന്നിധിയിൽ വീണു. മനുഷ്യർ അവരുടെ വേദന കണ്ടില്ല, ദൈവം കണ്ടു. 3-ാമത്തെ ആള് ദാനിയേലാണ്. സ്വന്തം വീട്ടിൽ മാളികമുറിയിൽ, അതായത് ദാനിയേൽ 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവൻ തന്റെ വീട്ടിൽ ചെന്ന് യെരൂശലേമിന് നേരെയുള്ള ജനാലകൾ തുറന്ന് പതിവുപോലെ മുട്ടുകുത്തി. ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അന്നത്തെ സാഹചര്യം വളരെ ഗുരുതരമായിരുന്നു. രാജാവ് പ്രാർത്ഥന നിരോധിച്ചിരുന്നു. പ്രാർത്ഥിച്ചാൽ സിംഹക്കുഴി ഇടുമെന്ന് രാജകൽപ്പനയുണ്ട്. എന്നിട്ടും ദാനിയേൽ തന്റെ പതിവ് മാറ്റിയില്ല. സാഹചര്യങ്ങൾ മാറും, നിന്റെ പ്രാർത്ഥന നീ നിർത്തരുത്. ഏത് രാജ്യത്തായാലും പ്രാർത്ഥന തുടരുക, അവിടെ നിനക്കൊരു വിടുതലുണ്ട്. അടുത്ത അപ്പോസ്തലനായ പൗലോസാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 22 മുതൽ 25 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയിലെ റോമൻ തടവറയിലാണ് പൗലോസും ശീലാസും പ്രാർത്ഥിക്കുന്നത്. വെളിച്ചമില്ലാത്ത ഇരുണ്ട തടവറ, നനവും ദുർഗന്ധവും വമിക്കുന്നുണ്ട്. എലികളും മറ്റു ശുദ്ധജീവികളും അവിടെ ഓടി നടക്കുന്നുണ്ട്. കൈകാലുകൾ ആമത്തിലിട്ട് കൂട്ടിയിരിക്കുന്നു. പകൽ ജനക്കൂട്ടം കൂടി നിന്നും മതിച്ചതാണ്. വെച്ച് കെട്ടിയിട്ടില്ല ദേഹം. ചാട്ടവാറുള്ള അടിയുടെ നീറ്റൽ ദേഹത്ത് ഇപ്പോഴുമുണ്ട്. ഭക്ഷണവും വെള്ളവും ലഭിച്ചിട്ടില്ല. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആ തടവറയിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സാഹചര്യവുമില്ല. ആ അർദ്ധരാത്രിയിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും ദൈവത്തെ പാടി ആരാധിച്ചു, പ്രാർത്ഥിച്ചു. മറ്റു തടവുകാർ അവരെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം വാക്യം. അവരുടെ പ്രാർത്ഥനയിൽ അവർക്ക് മാത്രമുള്ള വിടുതലല്ലായിരുന്നു ദൈവം നൽകിയത്, കേട്ടുകൊണ്ടിരിക്കുന്നവരും വിടുവിക്കപ്പെട്ടു. ജയിൽ അവരെ തടവിലാക്കി. പക്ഷേ ദൈവദാസന്മാരുടെ പ്രാർത്ഥനയെ തടയുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ഈ സന്ദേശം കേൾക്കുന്ന നിന്നെ ഒരുപക്ഷെ ശാരീരികമായി തടവിലാക്കിയേക്കാം. നിന്റെ പ്രാർത്ഥനയെ തടയാൻ ഒരു അധികാരത്തിനോ ഒരു ശക്തിയോ കഴിയില്ല. നീ പ്രാർത്ഥിക്കുക, ഒരു പ്രാർത്ഥനാ വീരനായി തീരുക. ആ പ്രാർത്ഥന എത്തേണ്ട സ്ഥലത്ത് എത്തുകയും അതിന്റെ പ്രവൃത്തി അത് ചെയ്യുകയും ചെയ്യും. ശ്രദ്ധിക്കുക, എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കണം. യോന മഹാമത്സ്യത്തിന്റെ വയറ്റിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ഹന്ന ദൈവാലയത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. ദാനിയേൽ സ്വന്തം വീടിന്റെ മാളികമുറിയിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. കാരണം നമ്മുടെ ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവരാണ്. അവൻ സർവ്വവ്യാപിയാണ്. ആ ദൈവിക സാന്നിധ്യം നീ ഇപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലത്തും അനുഭവിക്കാം. നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? കണ്ണുകളടച്ച് ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, ഞാൻ എവിടെയായിരുന്നാലും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ. രഹസ്യ പ്രാർത്ഥനയിൽ വിശ്വസ്തനും ആയിരിക്കുവാനും കുടുംബമായി അങ്ങയെ അന്വേഷിക്കുവാനും സഭയോടൊപ്പം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാനും എന്നെ അങ്ങ് പഠിപ്പിക്കണമേ.
എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു പ്രാർത്ഥനയായി തീരട്ടെ. എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത 8ാമത്തെ ഭാഗവുമായി കണ്ടുമുട്ടുന്നതുവരെ സർവശക്തനായ ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കും.